സ്ഥാനത്ത് മഴ തിമിർത്തു പെയ്യുന്ന സാഹചര്യമുണ്ട്. അതേസമയം ഇന്നലെ വലിയ ദുരിതമുണ്ടാക്കിയ പ്രദേശങ്ങളിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് എത്തിയേക്കും എന്ന റിപ്പോർട്ടുകളും ഉള്ളത്. ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട്. എറണാകുളം ജില്ലയിലെ തമ്മനത്തും കാക്കനാടും കളമശ്ശേരിയിലും ദുരിതം തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ആണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഇന്നലെ പഴവങ്ങാടി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ദുരിതക്കാഴ്ച നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് ഒഴുകുന്നു. വ്യാപാരികൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടല്ലോ, വെള്ളം ഇറങ്ങിയോ? മാറി നിൽക്കുകയാണ്. എന്നാലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് നിമിഷവും മഴ എത്താം എന്നത് തന്നെയാണ് അവസ്ഥ. യെല്ലോ അലർട്ടാണ് ഇന്ന് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ആമയിഴഞ്ചാൻ തോടിന്റെ കണ്ണമ്മൂല ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കര കവിഞ്ഞതാണ്. നമുക്ക് ആദ്യം ഈ ചെളി കാണാം. കഴിഞ്ഞ ദിവസം ഇത് കര കവിഞ്ഞതോടുകൂടി ഇവിടുത്തെ റോഡ് മുഴുവൻ ചെളി നിറഞ്ഞു. സമീപത്തെ വീടുകളിൽ മുഴുവൻ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ മഴ ഒന്ന് ശമിച്ചപ്പോൾ ഈ വെള്ളം തിരികെ ഇറങ്ങുന്ന സാഹചര്യമായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ നോക്കണം അഭിലാഷ്. കാരണം നഗരസഭ ക്ലീനിംഗ് പ്രവൃത്തികളെല്ലാം നേരത്തെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന നിലയ്ക്ക് ഇവിടുത്തെ വൃത്തിയാക്കൽ ജോലികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. എങ്കിൽ തന്നെയും ആഴം കൂട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കൽക്കെട്ട് കാണാം. അവിടെ നിന്ന് ഈ വീടുകളിൽ നിന്നും മറ്റ് പറമ്പിൽ നിന്നുമൊക്കെയുമുള്ള വെള്ളം ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വന്നിറങ്ങുന്ന ഓവുകളാണ്. ഇങ്ങനെ നിരവധി ഓവുകൾ ഈ കൽക്കെട്ടിന് മുകളിലായി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് ഒരു കോൺക്രീറ്റ് മതിൽ പുതുതായി നിർമ്മിച്ചത്. അതായത് ഈ ആമയിഴഞ്ചാൻ തോട് കര കവിയരുത്, കണ്ണമ്മൂല ഭാഗത്തൊക്കെയും സ്ഥിരം കര കവിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കര കവിയാതിരിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഒരു കോൺക്രീറ്റ് മതിൽ കെട്ടിയത്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഈ ഓവുകളിലൂടെ, ഈ ഓവിന്റെ നിരപ്പിലേക്ക് ജലമെത്തുമ്പോൾ ഈ ഓവുകളിലൂടെ തിരികെ വെള്ളം കയറുന്നു. അതായത് വീടുകളിലേക്കും ഈ പറമ്പുകളിലേക്കും ഒക്കെയും വെള്ളം തിരിച്ചു കയറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ കെട്ടിയിരിക്കുന്ന കോൺക്രീറ്റ് വാളുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല എന്നതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ പൊതുവിൽ ആളുകൾ പറയുന്നത് JCB ഉപയോഗിച്ച് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ ചെളി കലക്കി വിടുന്നു. അതിനപ്പുറത്തേക്ക് ആഴം കൂട്ടണം, ഒരു ഡ്രഡ്ജിങ് തന്നെ നടത്തണം. എന്നിട്ട് പല സ്ഥലങ്ങളിലും ഈ തോടിന്റെ ആഴം കൂട്ടണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വെള്ളം വഹിക്കാനുള്ള ഒരു ശേഷി തോടിനുണ്ടാകും, കരകവിയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രയാസം വളരെ പെട്ടെന്ന് തന്നെ ഈ വീടുകളിലേക്ക് വെള്ളം കയറുകയും പിന്നീട് മഴ ഒന്ന് മാറുമ്പോൾ തിരിച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം വളരെ ദുരിതമായ കാഴ്ചയായിരുന്നു. പഴവങ്ങാടിയിലും സമാനമായ ചാല, പഴവങ്ങാടി തുടങ്ങി നഗര ഹൃദയത്തിലെ സ്ഥലങ്ങളിൽ അവിടെ വലിയ വിഷമമുണ്ടാക്കിയത് ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവരുടെ സംരംഭങ്ങൾ നടത്തുന്ന വ്യാപാരികളാണ്. അവിടെ ഇന്നലെ നമ്മൾ ഒരു ചെരുപ്പ് കടയിൽ പോയിരുന്നു. അവിടെ ഒരുപാട് അവർക്ക് നഷ്ടമുണ്ടായതായി അവർ പറയുന്നു. കാരണം ലെതറാണ്, ചെറിയൊരു ഈർപ്പം അടിച്ചാൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന നിലയാണ്. വളരെ പെട്ടെന്ന് ഈ കടയിലേക്ക് വെള്ളം കയറുകയായിരുന്നു ആമയിഴഞ്ചാൻ തോട് കവിഞ്ഞ്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങളൊക്കെ മാറ്റുന്നതിനും ഒരുപാട് സമയം കിട്ടിയില്ല. ആ നിലയ്ക്ക് ഷൂവിലൊക്കെ ചെറിയൊരു ചെളി പറ്റിയാൽ തന്നെ പിന്നെ അത് വിറ്റുപോകുന്ന കാര്യം വലിയ പ്രയാസമാണ്. ആ നിലയ്ക്ക് വലിയ നഷ്ടം ഓരോ മഴക്കാലത്തും സംഭവിക്കുന്നു എന്ന് വ്യാപാരികൾ പറയുന്നു. വീട്ടുകാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലത്തെ ഇവിടുത്തെ ദൃശ്യമുണ്ടായിരുന്നു. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം അവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായിട്ടാണ് പിന്നെ പലരും വീടുകൾ വൃത്തിയാക്കിയത്. യഥാർത്ഥത്തിൽ ഇന്നലെ പെയ്ത ദൃശ്യങ്ങൾ, അതോടൊപ്പം ഇപ്പോൾ വിനോദ് തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, അത് വിൻഡോകളിൽ വ്യക്തമാണ്. വിനോദ്, ഉണ്ടാകുന്ന ഒരു സംശയം, അപ്പോൾ ഈ കുറച്ച് സമയത്തേക്ക് മഴ മാറി നിന്നാൽ ഇത് ഒഴുകിപ്പോയി അവിടെ എല്ലാം ശരിയാകുന്നൊരു സാഹചര്യമാണോ? അതായത് ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ, അതായത് ഈ വെള്ളം ഒഴുകുന്നതിന് വിനോദ് തന്നെ സൂചിപ്പിച്ചല്ലോ, അതിലെ തോടിൻ്റെ കര ഉയർത്തിയെങ്കിലും ആ വെള്ളം വരുന്ന പൈപ്പുകൾ താഴ്ന്നാണ് നിൽക്കുന്നത്. അതിന് ഉള്ളിലൂടെ വെള്ളം പുറത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്?
അതാണ് അഭിലാഷ്. കാരണം നമ്മൾ ഈ ഒരു ക്രൈസിസ് മാനേജ്മെന്റ്, ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക? ആളുകൾക്ക് 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. അത് ഉണ്ടാക്കുന്ന നഷ്ടം ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ഒരുപക്ഷെ 2 മണിക്കൂറോ മറ്റോ ആയിരിക്കും അവരുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ വെള്ളം കയറുന്നത്. പക്ഷെ ആ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. പലരെയും സംബന്ധിച്ച് അവരുടെ സാധനങ്ങൾ വാരി മാറ്റാനോ അത് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ നോക്കി നിൽക്കുമ്പോൾ കടയ്ക്കുള്ളിലും വീടിനുള്ളിലും വെള്ളം ഉയരുന്ന നിലയ്ക്കുള്ള സാഹചര്യം അവിടെ പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ കണ്ണമൂലയിലേക്ക് ഗൗരീശപട്ടം റോഡാണ്. ഈ റോഡിൽ ഓടയില്ല എന്നതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയിട്ട് സ്ലാബുകളൊന്നും കാണാനില്ല, അല്ലെങ്കിൽ മാൻഹോളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഓടയില്ല. ഈ റോഡിൽ ഒരുപക്ഷെ ഒരു ഓട നിർമ്മിക്കുകയും ഏതെങ്കിലും ഒരെൻഡിലൂടെ ആ വെള്ളം പമ്പ് ചെയ്ത് ആമയിഴഞ്ചൻ തോട്ടിലേക്ക് ഈ കോൺക്രീറ്റ് കൽക്കെട്ടിന് മുകളിലൂടെ ഒരു ചെറിയൊരു മോട്ടോറോ സംവിധാനമോ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഈ ആമയിഴഞ്ചൻ തോട്ടിലേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ ഈ ഓവുകളുടെ ആവശ്യം ഒഴിവായി കിട്ടും. ഈ വീടുകളിൽ നിന്ന് വരുന്ന ഓവുകൾ അതെല്ലാം തന്നെ ഒരു ഓടയിലേക്ക് കണക്ട് ചെയ്യുകയും ഈ ഓവുകളെല്ലാം അടയ്ക്കുകയും ഈ ഓടയുടെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് വെള്ളം ഈ ഓടയിലൂടെ ചെല്ലുന്ന വെള്ളം ആമയിഴഞ്ചൻ തോട്ടിലേക്ക് പമ്പ് ചെയ്ത് വിടുന്ന, അതായത് ഈ കാണുന്ന കോൺക്രീറ്റ് വാളിന് മുകളിലൂടെ ഒരു പൈപ്പ് സ്ഥാപിച്ച് ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് വിട്ടാൽ ഒരുപക്ഷെ ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെല്ലാം നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ പല സമയങ്ങളിലായി ഉയർന്നു വരുന്ന കാര്യങ്ങൾ, ഓപ്പറേഷൻ അനന്തയൊക്കെ എവിടെ എത്തിയെന്നുള്ള ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കാലവും കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ഈ നവീകരണ പ്രവർത്തികൾ, ശുചീകരണ പ്രവർത്തികൾ, ആഴം കൂട്ടൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം, ശാശ്വതമായ ഒരു പ്രയോജനമോ അവർക്ക് ആത്യന്തികമായി ഈ വെള്ളക്കെട്ടും അവരുടെ ദുരിതവും ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യവും ഇല്ല. അതിന് കൂടിയാലോചനയാണ്. കൂടുതൽ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥരൊക്കെ നഗരസഭയിലുള്ളതാണ്. ആ തരത്തിൽ സർക്കാരിന്റെ തന്നെ എഞ്ചിനീയർമാരുള്ളതാണ്. അവർക്കൊക്കെയും ഇതേക്കുറിച്ച് ആലോചിക്കാവുന്നതും ഇതിനൊരു പരിഹാരം കാണാവുന്നതുമാണ്. അത്ര വലിയ പ്രശ്നമാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കാരണം ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കൃത്യമായി ഒരു ആലോചനയിലൂടെ, ആസൂത്രണത്തിലൂടെ ചിന്തിച്ചാൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഈ പ്രയാസമൊക്കെ മാറ്റിക്കൊടുക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ള ആലോചനകളും ചിന്തകളും ഉണ്ടാകുന്നുണ്ടോ? എല്ലാ കാലവും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് JCB കൊണ്ടുവരുന്നു, മാലിന്യം മാറ്റുന്നു, മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയായതായി അറിയിക്കുന്നു, ചിലയിടങ്ങളിൽ ഫെൻസിംഗ് വയ്ക്കുന്നു മാലിന്യം എറിയാതിരിക്കാൻ. അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഫെൻസിംഗ് ഒന്നുമില്ല. എങ്കിൽ തന്നെയും ആ മാലിന്യങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. പക്ഷേ അത് മതിയോ എന്നതാണ് ചോദ്യം. ഈ തരത്തിലുള്ള അശാസ്ത്രീയതയാണ്. അതായത് ഈ കൽക്കെട്ടിന്റെ ഭാഗത്താണ് വീടുകളിൽ നിന്നുള്ള ഓവുകൾ നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് വെള്ളം മറിയാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളം ചെല്ലാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നതാണ്. ഈ ലെവലിലേക്ക്, ഈ നിലയിലേക്ക് വെള്ളം ഉയരുമ്പോൾ ഈ ഓവുകളിലൂടെ വെള്ളം തിരികെ അങ്ങോട്ട് കയറുകയാണ്. പിന്നീട് ഈ കൽക്കെട്ട് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് വാള് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം എന്ന നിലയ്ക്കില്ല. ഏതായിരുന്നാലും ഇതിന് ഒരു ഓട നിർമ്മിച്ച്, ഈ റോഡിൽ ഓടയില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്ലാബുകളോ മാൻഹോളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ എല്ലാം വെള്ളം നിറയുകയാണ്. ഒരു മഴ ഒന്ന് ശക്തിപ്പെട്ടാൽ അപ്പോഴേക്കും വെള്ളം കയറുകയാണ്. അത് എപ്പോൾ കയറുമെന്ന് പോലും അറിയാത്ത നിലയിലാണ് ആളുകൾ ഇവിടെ കഴിയുന്നത്. പലപ്പോഴും ചിലപ്പോൾ വീടുകളിൽ ആൾ കാണില്ല. അവർ ജോലിക്ക് പോവുകയും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടേക്കെങ്കിലും പോകുന്ന സമയത്തായിരിക്കും മഴ കനക്കുകയും ഇവിടെ വെള്ളം കയറുകയും ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അവർക്ക് സാധനങ്ങൾ എടുത്ത് മാറ്റാനുള്ള സാവകാശം കിട്ടില്ല. കുട്ടികളുടെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഈ പറയുന്ന സാധനങ്ങളും എല്ലാം വീടിനുള്ളിൽ നശിച്ചു പോകുന്ന നിലയുണ്ടാവും. പലരും രണ്ടാമത്തെ നിലയിലേക്കാണ് ഈ മഴക്കാലമാകുമ്പോൾ അവരുടെ ഈ വസ്തുവകകൾ, വീടിനുള്ളിലുള്ള ഉപകരണങ്ങളെല്ലാം കയറ്റിവെക്കുന്നത് രണ്ടാമത്തെ നിലയിലേക്കാണ്. രണ്ടാമതൊരു നില ഇല്ലാത്ത ആളുടെ കാര്യമാണെങ്കിൽ വളരെ ഗതികേടായിരിക്കും. കാരണം അവർക്ക് അവരുടെ സാധനം മാറ്റിവെക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത ഇടം. നമ്മളിപ്പോൾ ഈ കാണുന്ന വരികളിലെല്ലാം ഉള്ള വീടുകൾക്ക് ഈ ഇരുനില വീടുകളാണ്. കാരണം ഈ ഇരുനില വീടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സാധനങ്ങളെങ്കിലും മുകളിലേക്ക് എടുത്ത് വെക്കാൻ കഴിയൂ. ഈ മഴക്കാലത്ത് ആ നിലയ്ക്കുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഇവിടെയുള്ള ആളുകൾക്ക്. ഇതിനൊരു പരിഹാരം എന്നതാണ് ഈ താൽക്കാലികമായി മാലിന്യം മാറ്റുക, അല്ലെങ്കിൽ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന രീതിയിൽ JCB കൊണ്ട് കുറച്ച് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന സാധനങ്ങൾ മാറ്റുക, അതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല എന്നത് തന്നെയാണ് ഓരോ മഴക്കാലവും നമ്മളെ പഠിപ്പിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും 2018 പ്രളയകാലം കേരളത്തിന് പാഠമാകേണ്ട ഒന്നായിരുന്നു. മഴ തിമിർത്താൽ കേരളത്തിന്റെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുമെന്ന്. പക്ഷേ ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നുമല്ല
തലസ്ഥാന നഗരത്തിൽ പോലും എന്നുള്ളതാണ് ജനങ്ങളുടെ ആക്ഷേപം. വിനോദ്, ഇന്നലെ ആമയിഴഞ്ചാൻ തോടിന് ഇരു കരകളിലുമുള്ളവരുടെ പ്രതികരണം ഉൾപ്പെടെ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ അവർ ആത്മരോക്ഷം കൊള്ളുന്നത് കണ്ടതാണ്.